ഹായ് ആൾ, വെരി വാം ഗുഡ് ഈവനിങ്. 2 ദിവസം മഴയൊക്കെ കാരണം നമുക്ക് ലൈവ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ സാറ്റർഡേ കൂടി ഞാൻ ലൈവ് എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ സൺഡേ കൂടെ നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ ഫ്രീ ക്ലാസ് തീർത്തു കഴിഞ്ഞാൽ നമുക്ക് റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനോ. ഈ വിഷയങ്ങളുടെയൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ എന്തായാലും ഫ്രീ ക്ലാസ് ആയിട്ട് കൊടുക്കണം. കാരണം ഇങ്ങനെ 2 സ്പെഷ്യലൈസേഷൻ ആദ്യമായിട്ട് കേൾക്കാൻ പോവല്ലേ, എല്ലാവർക്കും അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ സൈക്കോപാത്തോളജി ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ സൈക്കോപാത്തോളജിയുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ആയിരുന്നു. സൈക്കോപാത്തോളജി എന്താന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ വിഷയമായിട്ട് നമ്മൾ പറഞ്ഞു. അതില് ഘട്ടഘട്ടമായിട്ടാ പറയുന്നത്. ആദ്യം പറയുന്നത് ആൻഷ്യൻ സൂപ്പർ നാച്ചുറൽ ബിലീഫിനെ പറ്റിയിട്ടാണ്. ഈ ഡീമൺ അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ. വിച്ച് ക്രാഫ്റ്റ് ആൻഡ് ഡീമണോളജി, മൂൺ ആൻഡ് സ്റ്റാർസ്, മാസ് ഹിസ്റ്റീരിയ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബയോളജിക്കൽ മോഡലാണ് ഹിസ്റ്ററിയിൽ അടുത്തത് വരുന്നത്. അവിടെ ഹിപ്പോക്രേറ്റ്സിന്റെയും ഗാലന്റെയും കോൺട്രിബ്യൂഷൻ ആണ് വിശദമായിട്ട് നമ്മൾ നോക്കിയത്. ഇനി പറയാൻ പോകുന്നത് 19th സെഞ്ചുറിയുടെ ഹിസ്റ്ററിയാണ്. 19th സെഞ്ചുറിയുടെ പ്രത്യേകത എമിൽ ക്രേപ്പിളും JP ഗ്രേയിന്റേതാണ്. എമിൽ ക്രേപ്പിൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിസിക്കൽ കോഴ്സ്, അതായത് ശരീരത്തിന് എന്തോ ബുദ്ധിമുട്ട് കാരണമാണ് മാനസിക രോഗം വരുന്നത്. നല്ല ഡയറ്റ്, നല്ല റെസ്റ്റ്, നല്ല ടെമ്പറേച്ചറുള്ള റൂം, വെന്റിലേഷൻ ഉള്ള റൂം, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോവും എന്നൊക്കെയുള്ള രീതിയിലാണ് ആര് പറയുന്നത്? നമ്മുടെ ക്രേപ്പിൾ പറഞ്ഞത്. നോക്കാം നമുക്ക്. JP Gray theorized that mental disorder, JP Gray ആട്ടോ, കേപ്പിളിനല്ല, JP Gray ആണ് തിയറൈസ് ചെയ്തത്. മെന്റൽ ഡിസോർഡർ ഇൻസാനിറ്റി എന്നാണ് അദ്ദേഹം വിളിച്ചത് അതിനെ, അല്ലെങ്കിൽ ഇൻസാനിറ്റി എന്നാണ് അവരതിനെ കോട്ട് ചെയ്തത്. വാസ് ഓൾവേസ് ഡ്യൂ ടു ഫിസിക്കൽ കോഴ്സ്, ശരീരത്തിന് എന്തോ പ്രശ്നം കാരണമാണ്. ആൻഡ് എംഫസിസ് ഷുഡ് ബി ഓൺ ദ റെസ്റ്റ് ആൻഡ് ഡയറ്റ്. നമ്മൾ റെസ്റ്റിംഗ് ചെയ്യുക, ഡയറ്റ് ചെയ്യുക, ഇതിലൊക്കെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുപോലെ പ്രോപ്പർ റൂം ടെമ്പറേച്ചർ, പ്രോപ്പർ ആയിട്ടുള്ള റൂം ടെമ്പറേച്ചർ, നല്ല വെന്റിലേഷൻ, ഇതൊക്കെയാണ് മാനസിക രോഗത്തിന് വേണ്ട കാര്യങ്ങൾ. He even invented the rotary fan and used it at State Hospital in the New York. അദ്ദേഹം ഒരു റോട്ടറി ഫാൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇൻവെന്റ് ചെയ്തു. അത് സ്റ്റേറ്റ് ഹോസ്പിറ്റൽ ഇൻ ന്യൂയോർക്കിൽ അത് ഇംപ്ലിമെന്റ് വരെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ടെമ്പറേച്ചർ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. JP ഗ്രേയുടെ റോട്ടറി ഫാൻ. ഇതാണ് റോട്ടറി ഫാൻ കേട്ടോ, JP ഗ്രേയുടെ റോട്ടറി ഫാൻ. ടെമ്പറേച്ചർ നിലനിർത്താൻ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഫാനാണ് റോട്ടറി ഫാൻ. കണ്ടോ, ഒരു എക്സോസ്റ്റ് ഫാൻ പോലത്തെ ഫാനാണ് കേട്ടോ. അപ്പൊ JP ഗ്രേ എന്താ പറഞ്ഞത്? മെന്റൽ ഡിസോർഡർ എന്ന് പറയുന്നത് ഫിസിക്കൽ കോഴ്സ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല ഡയറ്റ്, നല്ല റൂം ടെമ്പറേച്ചർ, വെന്റിലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. എന്നിട്ട് അതിനുവേണ്ടി അദ്ദേഹം റോട്ടറി ഫാൻ എന്നൊരു സാധനം കണ്ടെത്തുകയും അത് സ്റ്റേറ്റ് ഹോസ്പിറ്റൽ ന്യൂയോർക്കിൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. എമിൽ ക്രേപ്പിളിന്റെ കാര്യം പറയുകയാണെങ്കിൽ contributed in the area of diagnosis and classification of psychological disorder. ആദ്യമായിട്ട് സൈക്കോളജിക്കൽ ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, ഇതൊക്കെ കൊണ്ടുവന്നത് എമിൽ ക്രേപ്പിളാണ്. Each psychological disorder had a different age of onset and time course to follow, along with a different cluster of presenting symptoms. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ക്രേപ്ലിൻ പറഞ്ഞു ഓരോ ഡിസോർഡറിനും ഒരു ഏജ് ഓഫ് ഓൺസെറ്റ്. ഏജ് ഓഫ് ഓൺസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? തുടങ്ങുന്ന സമയം. ഇപ്പൊ സ്കിസോഫ്രീനിയ ഒക്കെ ആണെങ്കിൽ 16 വയസ്സിന് ശേഷമേ സ്കിസോഫ്രീനിയ തുടങ്ങത്തുള്ളൂ. ഒരു 16 വയസ്സാണ് ഏകദേശം ഓൺസെറ്റ് ആയിട്ട് പറയുന്നത്. അതുപോലെ ഓരോ രോഗത്തിനും ഓരോ ഏജ് ഉണ്ട് തുടങ്ങുന്ന, അതാണ് ഏജ് ഓഫ് ഓൺസെറ്റ്. അതുപോലെ തന്നെ കുറച്ച് ക്ലസ്റ്റർ ഓഫ് പ്രസന്റിങ് സിംറ്റംസ്, ഓരോ രോഗത്തിനും ഓരോ ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ് ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ്? എമിൽ ക്രേപ്പിൾ ആണ്. ഹിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് സ്കിസോഫ്രീനിയ ആർ സ്റ്റിൽ യൂസ്ഫുൾ. അദ്ദേഹമാണ് സ്കിസോഫ്രീനിയനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടാക്കിയത്. ഇന്നും എന്താ പറയാ, അദ്ദേഹത്തിന്റെ സിംറ്റംസ്, അദ്ദേഹം അന്ന് കണ്ടെത്തിയ സിംറ്റംസ് ആണ് നമ്മുടെ സ്കിസോഫ്രീനിയ. ചിത്തഭ്രമം, മതിഭ്രമം, നമ്മുടെ കൊളോക്കിയലി നട്ടപ്രാന്ത് എന്നൊക്കെ പറയുന്ന സുഖേടാണ് ഏത്? സ്കിസോഫ്രീനിയ. അതിന് മെയിൻ ആയിട്ട് 5 സിംറ്റംസ് ആണ് പറയുന്നത്. ഹാലൂസിനേഷൻ, ഡെലൂഷൻ, ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, അതുപോലെ പിന്നെ കാറ്ററ്റോണിക് ബിഹേവിയർ, നെഗറ്റീവ് സിംറ്റംസ്. ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഇല്ലാത്തത് ഉണ്ട് എന്ന് പറയുന്നതാണ്, തോന്നുന്നതാണ്. ചിലപ്പോൾ അത് ഇല്ലാത്തൊരു സൗണ്ട് നമുക്ക് കേൾക്കാം, ഇല്ലാത്തൊരു വസ്തുവിനെ നമുക്ക് കാണാം, അതൊക്കെയാണ് ഹാലൂസിനേഷൻ.
ഡെലൂഷൻ എന്ന് പറയുന്നത് ഫോൾട്ടി അൺഷേക്കബിൾ ബിലീഫാണ്. അതായത് തെറ്റായിട്ടുള്ള, എന്നാൽ അവരത് മാറ്റിയില്ല, കാരണം തെറ്റായ അടിയുറച്ച വിശ്വാസം. ഞാൻ മുഖ്യമന്ത്രി എന്നൊക്കെ പറയും, അല്ലെ എന്നെ ആരോ കൊല്ലാൻ വരുന്നുണ്ട്, തെറ്റായ ധാരണയായിരിക്കും, പക്ഷെ അവരതിൽ അടിയുറച്ച് വിശ്വസിക്കും. അതാണ് ഡെലൂഷൻ. ഡിസോർഗനൈസ്ഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ പരസ്പര ബന്ധമില്ലാത്ത സംസാരം. അതുപോലെ 4ാമത്തെ സിംറ്റം ആണ് നമ്മുടെ കാറ്റോണിക് ബിഹേവിയർ, അതായത് അൺയൂഷ്വൽ ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ കാണിക്കും. ചിലപ്പോൾ ഒരു നിൽപ്പിന് കുറെ നേരം നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള അൺയൂഷ്വൽ ബിഹേവിയർ. പിന്നെ നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ളത് കുറഞ്ഞു പോകും, സംസാരം, മൂവ്മെന്റ്സ് ഒക്കെ കുറഞ്ഞു പോകുന്നതിനെയാണ് നെഗറ്റീവ് സിംറ്റംസ് എന്ന് പറയുന്നത്. ഈ 5 സ്കീസോഫ്രീനിയയുടെ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഇതിൽ ഒരെണ്ണം ഹാലൂസിനേഷനോ ഡെലൂഷനോ ആയിരിക്കണം. അതായത് സ്കിസോഫ്രീനിയയിൽ ഹാലൂസിനേഷനോ ഡെലൂഷനോ നിർബന്ധമാണ്. അപ്പം അദ്ദേഹം അന്നേ അതൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ, എമിൽ ക്രേപ്ലൻ. He described schizophrenia as a psychotic disorder having 11 subtypes where reality contact was severely lost with the delusion. കണ്ടോ, റിയാലിറ്റിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുന്ന വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ടൈപ്പ് സൈക്കോട്ടിക് ഡിസോർഡർ ആണ് സ്കിസോഫ്രീനിയ. ഡെലൂഷൻ ഉദ്ദേശിക്കുന്നത് ഫോൾ ബിലീഫ്സ് ആൻഡ് ഹാലൂസിനേഷനും. അതായത് ഹാലൂസിനേഷനും ഡെലൂഷനും അടങ്ങിയിട്ടില്ല, റിയാലിറ്റിയിൽ ടച്ച് വിട്ടു പോയിട്ടുള്ള ഒരവസ്ഥയാണ് സ്കിസോഫ്രീനിയ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 19th സെഞ്ചുറിയിൽ എടുത്തു പറയാനുള്ള 2 വ്യക്തിത്വം ആരൊക്കെയാണ്? JP ഗ്രേയും എമിൽ ക്രേപ്ലനും. JP ഗ്രേ എന്താണ്? ഫിസിക്കൽ കോഴ്സുകാരനാണ്, മെന്റൽ ഡിസോർഡർ വരുന്നത്. റൂമിന്റെ വെന്റിലേഷൻ ഡയറ്റുകാരൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇതാണ് എമിൽ ക്രേപ്ലൻ. മാനസിക രോഗങ്ങൾക്കൊരു കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഡയഗ്നോസിസ് സിസ്റ്റം കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹത്തിന് എടുത്തു പറയുന്നത് അദ്ദേഹത്തിന്റെ സ്കിസോഫ്രീനിയുള്ള കോൺട്രിബ്യൂഷൻ ആണ്. അദ്ദേഹം അന്നേ 11 സബ് ടൈപ്പും അതിന്റെ സിംറ്റംസ് പറഞ്ഞിരുന്നു. ഇന്നും അത് വളരെ പ്രാധാന്യപ്പെട്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി 20th സെഞ്ചുറിയിലാണ് ഇൻസുലിൻ, ഷോക്ക് തെറാപ്പി ആൻഡ് ഇലക്ട്രോ കൺവൾസീവ് ECT. ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി എന്നാ കേട്ടോ ഷോക്ക് തെറാപ്പി എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഈ സിനിമയിൽ കാണുന്ന മാതിരി പല്ലെന്നും വായനൊന്നും ഒരേ മതിയൊക്കെ വന്നിട്ടുള്ള സംഭവം ഒന്നും അല്ല കേട്ടോ. ശരിക്കും അനസ്തേഷ്യ കൊടുത്തിട്ടാണ് ഷോക്ക് കൊടുക്കുക. അനസ്തേഷ്യ നിർബന്ധമാണ്. പക്ഷെ ഡിപ്രഷനൊക്കെ നല്ലതാണ്, ബ്രെയിനും സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നതാണ്. പക്ഷെ കൃത്യമായിട്ട് അതിന് നമ്മൾ എന്ത് കൊടുക്കണം? പിന്നെ അനസ്തേഷ്യ കൊടുത്ത് മയക്കി കിടത്തിയിട്ടാണ് ചെയ്യാറുള്ളത്. നമ്മൾ സിനിമയെ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ. In 1927, Manfred Sakel, a Viennese physician, കണ്ടോ, മാൻഫ്രെഡ് സാങ്കേൽ എന്ന വിയന്നീസുകാരനായിട്ടുള്ള physician began using higher dosage of insulin. The patients had convulsion and went into a state of coma, but surprisingly these patients recovered, so physicians started to use it frequently. കണ്ടോ, ഒരു വിയന്നീസ് ഫിസിഷ്യൻ ആയിട്ടുള്ള മാൻഫ്രെഡ് സാക്കൽ എന്താക്കി ഹയർ ഡോസേജ് ഇൻസുലിൻ കൊടുക്കാൻ തുടങ്ങി. അപ്പൊ ഈ ചില ആൾക്കാർ ഇൻസുലിൻ കൂടിയിട്ട് കോമയിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും കുറെ പേഷ്യൻസ് ഒക്കെ റിക്കവർ ആയി. അപ്പൊ അവിടെ ഇൻസുലിൻ മാനസിക രോഗത്തിന് നന്നായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. ദ മെത്തേഡ് വാസ് അബോണ്ടഡ് ബിക്കോസ് ഇറ്റ് വാസ് ഡേഞ്ചറസ്, കോസ് കോമ ആൻഡ് ഈവൻ. പക്ഷെ അത് നിർത്തലാക്കി. എന്തുകൊണ്ട്? ഈ ഇൻസുലിൻ ഒത്തിരി ഉപയോഗിച്ച ആൾ തട്ടിപ്പോകും. അതുകൊണ്ട് ഡെത്ത് വരെ സംഭവിക്കാനും കോമ സംഭവിക്കാനുള്ളതിനെ കൊണ്ട് അദ്ദേഹം പിന്നീട് അത് നിർത്തലാക്കി. Joseph Meduna in 1920 observed that schizophrenia was rarely found in epileptics, which later did not prove to be true. അതായത് എപ്പിലെപ്റ്റിസ് ഉള്ളവർക്ക് സ്കിസോഫ്രീനിയ വരുന്നില്ല, അത് തെറ്റാണെന്ന് പിന്നെ കണ്ടെത്തി. ആൻഡ് ഹിസ് ഫോളോവേഴ്സ് കൺക്ലൂഡ് ദാറ്റ് ഇൻഡ്യൂസ്ഡ് ബ്രെയിൻ ഫിഷേഴ്സ് മൈറ്റ് ക്യൂർ സ്കിസോഫ്രീനിയ. അവിടെ നിന്നാണ് അതായത് അപസ്മാരമുള്ളവർക്ക് ചിത്തഭ്രമം വരുന്നില്ല. അപ്പൊ അവർ അപ്പൊ അപസ്മാരം ഉണ്ടാക്കിയാൽ ചിത്തഭ്രമം പോകും. അതായത് ഇൻഡ്യൂസ്ഡ് സീഷേഴ്സ്, ഇൻഡ്യൂസ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ചുഴലി, അതായത് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുക ചുഴലി, അത് സ്കിസോഫ്രീനിയ പോക്കാൻ ഒരു എളുപ്പമായിരിക്കും എന്ന് അവർ കണ്ടെത്തുകയാണ്. പക്ഷെ അത് പിന്നീട് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു കേട്ടോ. തെറ്റാണെന്നല്ല, ട്രൂ ആണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. Electroconvulsive therapy was used extensively and frequently by doctors, but was a controversial method. Some doctors can use it to penalize the difficult, unmanageable patient. കണ്ടോ, ഇത് കണ്ടെത്തിയ മുതൽ ECT, ഇലക്ട്രോകൺവൾസീവ് തെറാപ്പി അല്ലെങ്കിൽ ഷോക്ക് ഡോക്ടർമാർ ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷെ ചില ഡോക്ടർമാർ ഈ മറ്റേ വയലന്റ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ഒന്ന് അടക്കി കിടത്താൻ അല്ലെങ്കിൽ ഒന്ന് മൂലയിലിടാൻ അല്ലെങ്കിൽ സൈഡ് ആക്കാൻ വേണ്ടിയിട്ടും കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എഫക്റ്റീവ് വിത്ത് സൂയിസൈഡൽ പേഷ്യൻസ്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിപ്രഷന് സൂയിസൈഡ് ഒരു സിംറ്റം ആണ്. അപ്പൊ ഈ ബ്രെയിൻ തീരെ സ്റ്റിമുലേറ്റ് ചെയ്യാതെ കിടക്കുമ്പോഴാണ് നമുക്ക് സൂയിസൈഡൽ തോട്ട്. അപ്പൊ ഡിപ്രഷന്റെ സൂയിസൈഡൽ സിംറ്റംസ് ഉള്ളവർക്ക്
നല്ല ഭേദമുണ്ടാവും ECT കൊടുത്താൽ. പക്ഷെ വളരെ എന്താ പറയാ രീതിയിൽ അൺഎത്തിക്കലായിട്ടൊക്കെ ECT ചെയ്യുന്നു. അപ്പൊ 20th സെഞ്ചുറിയിൽ മാൻഫ്രെഡ് സാക്കയിൽ സ്കിസോഫ്രീനിയ അങ്ങനെയുള്ളവർക്കൊക്കെ ഇൻസുലിൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ നിർത്തലാക്കി, കാരണം കോമയോ ഡെത്തോ സംഭവിക്കുന്നതിനെ കൊണ്ട്. ജോസഫ് മെഡുന സ്കിസോഫ്രീനിയ ഉള്ളവർക്ക് എപ്പിലെപ്റ്റിസ് ഇല്ല എന്ന് കണ്ടെത്തി. അപ്പോൾ ചുഴലി ഉണ്ടാക്കിയാൽ സ്കിസോഫ്രീനിയ മാറും എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് ECT വരുന്നത്. പക്ഷെ ചിലവരൊക്കെ അൺഎത്തിക്കലായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ECT സൂയിസൈഡൽ പേഷ്യൻസിന് സ്റ്റിൽ എന്താണ് ഓക്കെയാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതാണ് ഒരു വാഗ് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ കുറച്ച് എന്താ പറയാ നമ്മുടെ ബയോളജിക്കൽ മോഡലില് പറയുന്നത് കേട്ടോ. ബയോളജിക്കൽ മോഡൽ ആരൊക്കെയാണ്? ഹിപ്പോക്രേറ്റ്സും ഗാലനും വരുന്നുണ്ട്, അതുപോലെ JP ഗ്രേയും എമിൽ ക്രേപ്ലിനും, പിന്നെ ഇൻസുലിൻ ഷോക്ക് തെറാപ്പി ആൻഡ് ECT. ഇനി സൈക്കോളജിക്കൽ അപ്രോച്ച്. ബയോളജിക്കൽ തീർന്നു, സൈക്കോളജിക്കൽ എന്തുകൊണ്ട് ഒരാൾക്ക് മാനസിക രോഗം വരുന്നതൊക്കെ സൈക്കോളജിക്കലി എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. Psychological approaches began with the moral and mental hygiene movement, which advocated humane and responsible care of the institutionalized patient and encouraged and reinforced social interaction with them. അതായത് ഈ സൈക്കോളജിക്കൽ അപ്രോച്ച് വരാൻ തുടങ്ങിയത് മോറൽ ആൻഡ് മെന്റൽ ഹൈജീനാണ്. അതായത് അതുവരെ അസൈലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ, അതായത് മാനസിക രോഗികൾ എന്ന് പറഞ്ഞാല് അസൈലത്തിലുണ്ടാവുക, ഭയങ്കര വൃത്തിഹീനമായിട്ടുള്ള അറകളിലാണ് മാനസിക രോഗികൾ. ആരുമായിട്ട് ഇന്ററാക്ഷൻ ഒക്കെ ഒന്നും ഉണ്ടാവില്ല. അവിടെയാണ് മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് വന്നത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ട്, അതായത് ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിന് മാനുഷിക പരിഗണന കൊടുക്കണം, അവരെ സോഷ്യലി ഇന്ററാക്ട് ചെയ്യിപ്പിക്കണം. അതിന്റെ ഭാഗമായിട്ട് രോഗികളെയൊക്കെ അവരുടെ വീട്ടുകാർ കുറച്ച് മാറിയ വീട്ടിൽ കൊണ്ടുപോകണം, അങ്ങനത്തെ ഒക്കെ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് മോറൽ ആൻഡ് മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ഈ സൈക്കോളജിക്കൽ അപ്രോച്ച് ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങിയത്. മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് മോറൽ തെറാപ്പി. പോയിന്റ് വിത്ത് ദ മെന്റൽ റിഫോമേഴ്സ് എന്ന് പറയുന്നത് പീനലും വില്യം ട്യൂക്കും ബെഞ്ചമിൻ റഷും ഡൊറോത്തി ഡിക്സുമായിരുന്നു. ഈ 4 പേരാണ് കേട്ടോ മെയിൻ ആയിട്ടും കോൺസെപ്റ്റ് ഓഫ് മോറൽ തെറാപ്പിയിൽ. പീനലും വില്യം ട്യൂക്കും ബെഞ്ചമിൻ റഷും ഡൊറോത്തി ഡിക്സും. ഈ മെന്റൽ ഹൈജീൻ മൂവ്മെന്റ് ഒക്കെ ഡൊറോത്തി ഡിക്സിന്റെതാണ്. All these individuals were the pioneers of mental hygiene movement, which lead to the asylum. പണ്ട് ഭ്രാന്താശുപത്രികളെ വിളിച്ചിരുന്ന പേരട്ടോ അസൈലം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. ഇംഗ്ലീഷ് അസൈലൻസ് ആണ്. പണ്ടത്തെ അസൈലത്തിന് എൻ്റെ ഉണ്ടായിരുന്ന ഫോട്ടോസ് ചങ്ങലകളിൽ ഇരുട്ടാറയാ, ഫുള്ള് ഇരുട്ടറയാണ്. എന്തിനു പറയണം, കുതിരവട്ടത്ത് ഒരു ദിവസം പോയൊക്കെയാ മതി. ഇപ്പോഴും ഉണ്ട് ഇരുട്ടറയുള്ള സെല്ല്. ഇങ്ങനെയൊക്കെ ഒരു ലൈറ്റ് പോലും ഇല്ല. പറയുന്ന ലൈറ്റ് ഒക്കെ പൊട്ടിച്ചളയുമെന്നൊക്കെ. എന്നാലും ഞാൻ ആലോചിക്കാം റൂമിന്റെ അകത്ത് എങ്ങനെയൊക്കെയാ പേഷ്യന്റ് കിടക്കുന്നത് എന്ന്. ചാറാവും കണ്ടുകഴിഞ്ഞാല് നമ്മളെ ഒരു നിമിഷം നമ്മൾ ആലോചിച്ചു പോകും അതിൻ്റെ ഉള്ളിൽ ആ കിടക്കുന്ന ആളുടെ അവസ്ഥ. എപ്പോഴെങ്കിലും ആരെങ്കിലും പോയിട്ടുണ്ടോ കുതിരവട്ടത്തൊക്കെ? ഞാൻ ഗവൺമെന്റ് മെന്റൽ ഹോസ്പിറ്റലായിട്ട് കുതിരവട്ടത്ത് മാത്രമാണ്, കുളമ്പറയിൽ പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ ഹൊറിബിൾ ആണ്. ചില വാർഡൊക്കെ ഉണ്ട് കുഴപ്പമില്ല, പക്ഷെ ചില എക്സ്ട്രീം വാർഡ്സ് ഒക്കെ ഇരുട്ടറയാണ്. അപ്പം all these individuals were pioneers in mental hygiene movement led to asylum reform. ഈ asylums reform ചെയ്തു in Europe and America. In Europe, during the Middle Ages, mentally ill and mentally retarded, commonly called as lunatics. അന്ന് mentally ഇല്ലായവരെ lunatics അല്ലെങ്കിൽ idiots എന്നായിരുന്നു വിളിച്ചത്. Aroused little interest and were given marginal care. അവരോട് ഒരു ഇൻട്രസ്റ്റും താല്പര്യവും ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. വളരെ കുറഞ്ഞ കെയർ മാത്രമായിരുന്നു ഈ മെന്റലി റിട്ടാർഡഡ് അല്ലെങ്കിൽ മെന്റലി ഇല്ലായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തുകൊണ്ട് ഇരുന്നത്. Disturbed behavior was considered to be responsibility of the family rather than the community or state. ഇതായത് ഈ ഡിസ്റ്റർബ്ഡ് ബിഹേവിയർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള സാധനം. പുറം നാട്ടിലൊക്കെ ആണെങ്കിൽ ഡിസ്റ്റർബ്ഡ് ബിഹേവിയർ ഉള്ളവരെ ഗവൺമെന്റ് ഏറ്റെടുക്കും, അവരെല്ലാ കാര്യം ഗവൺമെന്റ് നോക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇത് തന്നെയാണ്. ഡിസ്റ്റർബ്ഡ് ബിഹേവിയർ ഉള്ളവരെ ഫാമിലിയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ്, സ്റ്റേറ്റിനും കമ്മ്യൂണിറ്റിക്കും റെസ്പോൺസിബിലിറ്റി ഇല്ല എന്നുള്ള രീതിയിലാണ് കാണുന്നത്. In the 1600s and 1700s, insane asylums were established. ഇവരെ കിടത്താൻ വേണ്ടി, അതായത് മെന്റലി പ്രശ്നമുള്ളവരെ
കൊണ്ടിടാൻ വേണ്ടിയിട്ട് 1600കളിലും 700കളിലും തുറന്ന സ്ഥാപനങ്ങളാണ് ഇൻസെയിൻ അസൈലംസ് എന്നുള്ളത്. ഏർലി അസൈലം were little more than human warehouses ആയിരുന്നു. But as 19th century began, the moral treatment movement led to improved condition in the least some mental hospital. കാരണം ഫസ്റ്റ് ഈ ഇൻസെയിൻ അസൈലം എന്ന് പറഞ്ഞാൽ ഒരു വെയർ ഹൗസ് പോലെ, ഈ ആളുകൾ കൂട്ടിയിടുന്ന ഒരു സ്ഥലം പോലെ. പക്ഷേ 19th സെഞ്ചുറി ആകുമ്പോഴേക്കും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നു. ഫൗണ്ടഡ് ഓൺ എ ബേസിക് റെസ്പെക്ട് ഓഫ് ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് ദ ബിലീഫ് ദാറ്റ് ഹ്യൂമനിസ്റ്റിക് കെയർ, മനുഷ്യത്വപരമായിട്ടുള്ള സംരക്ഷണം, വുഡ് ഹെൽപ് ടു റിലീവ് മെന്റൽ ഇൽനെസ്. ശരിക്കും മെന്റൽ ഇൽനെസ് ഒത്തിരി ഭേദം ഉണ്ടാവും. എന്ത്? നമ്മുടെ ഹ്യൂമനിസ്റ്റിക് കെയർ, moral treatment reform efforts were instituted by leading mental health professionals of the time. ആ സമയത്തുള്ള ലീഡിംഗ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആണ് മോറലി, അതായത് മൊറാലിറ്റിയിൽ ഈ ആളുകളെ ട്രീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. In the middle of 1800, Dorothy Dix argued that treating the mentally ill in hospital was to be more humane and more economical than caring for them haphazardly in their community. 1800കളില് ഡൊറോത്തി ഡിക്സ് ആർഗ്യൂ ചെയ്തു, ട്രീറ്റിംഗ് ദ മെന്റലി ഇൽ ഇൻ ദ ഹോസ്പിറ്റൽ വാസ് ടു ബി മോർ ഹ്യൂമെയിൻ ആവണം. എന്താവണം? മോർ മനുഷ്യത്വപരമാവണം, എക്കണോമിക്കൽ ആവണം, നല്ല കെയർ കൊടുക്കണം. അത് കമ്മ്യൂണിറ്റിയുടെ ബാധ്യത ആണെന്നുള്ള രീതിയിൽ ആര് സംസാരിക്കാൻ തുടങ്ങി? നമ്മുടെ ഡൊറോത്തി ഡിക്സ് സംസാരിച്ചു. She urged the specific facility to be provided to house mental patients. The criterion for the treatment of mental patients lead to the development of a new profession of psychiatry. പുള്ളിക്കാരെ ആർഗ്യൂ ചെയ്തു, ഈ വീട്ടിൽ കിടക്കുന്ന മെന്റൽ പേഷ്യൻസിനൊക്കെ നമ്മൾ സ്പെഷ്യൽ ഫെസിലിറ്റി കൊടുക്കണം. ഒരു ക്രൈറ്റീരിയൻ ഫോർ ലാർജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രൈറ്റീരിയൻ തന്നെ ഉണ്ടാക്കണം. എങ്ങനെ മെന്റൽ അതായത് മാനസിക രോഗിയായിട്ടുള്ളവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ക്രൈറ്റീരിയ, മാനദണ്ഡം കൊണ്ടുവരണം എന്ന് പോലും പുള്ളിക്കാരി എന്ത് ചെയ്യാണ്? വാദിക്കാണ്. അത് ഒരു ന്യൂ പ്രൊഫഷൻ ഓഫ് സൈക്യാട്രി തന്നെ എമേർജ് ചെയ്യാൻ കാരണമായി. By the middle of 1800s, superintendents of asylums for the insane were almost always physicians who were experienced in taking care of people with the severe mental disorders. കണ്ടോ, 1800 കാലഘട്ടങ്ങളിൽ മാനസിക രോഗികൾ നോക്കിയിരുന്ന സാധാ ഡോക്ടർമാർ, അതായത് MBBS മാത്രമുള്ള ഫിസിഷ്യന്മാരാണ്. The Association of Mental Superintendents of American Institution of the Insane, which later അതാണ് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ ആയി മാറിയത്. അന്നേരം സൈക്യാട്രിക് പണ്ട് AP, ഇപ്പം നിലവിൽ ലോകത്തെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിയുടെ അസോസിയേഷൻ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷനാണ്. പണ്ട് അതിന്റെ പേര് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഇൻസെയിൻ എന്നായിരുന്നു. അത് രൂപപ്പെട്ടു 1884. 1884 AMSAIA ആണ്, പിന്നീട് അത് API മാറിയതാണ് കേട്ടോ. In 1833, the state of Massachusetts opened a public supported asylum for the people with the mental disorder in Rochester. ഒരു പബ്ലിക് അസൈലം 1833 മാസച്ചൂസെറ്റ്സിൽ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആവുകയും ചെയ്തു. Samuel Woodward, the asylum's first superintendent, also became the first president of AMSAIA. അതായത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻസെയിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? സാമുവൽ വുഡ്വർത്ത് ആണ്. ആദ്യം ഈ അസൈലം ഓപ്പൺ ആയപ്പോൾ അതിന്റെ സൂപ്പറിൻറ്റൻഡന്റ് ആയിരുന്നു അദ്ദേഹം തന്നെയാണ്. വുഡ്വാർഡ് ക്ലെയിം ദാറ്റ് മെന്റൽ ഡിസോർഡേഴ്സ് കുഡ് ബി ക്യൂർഡ് just like other types of illness. മറ്റു രോഗങ്ങളെ പോലെ മാനസിക രോഗവും ചികിത്സിച്ചു മാറ്റാം. Treatment at the Worcester Lunatic Hospital include a blend of physical and moral procedures. അങ്ങനെ ഒരു ഫിസിക്കലും മോറലി ആയിട്ടുള്ള ബ്ലെൻഡ് ചെയ്തിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള ചികിത്സ വരാൻ തുടങ്ങി അവിടെ നമ്മുടെ ഈ വോക്സ്റ്റർ ലുനാറ്റിക് ഹോസ്പിറ്റൽ. ഇതാണ് സൈക്കോളജിക്കൽ അപ്രോച്ചിന്റെ തുടക്കമായിട്ട് പറയുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് മെന്റൽ ഹൈജീൻ മൂവ്മെന്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് അതുവരെ ഈ അസൈലംസ് എന്ന് പറയുന്നത് വളരെ എന്താണ് മനുഷ്യത്വരഹിതമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. ആളുകളെ മാനസിക രോഗമുള്ളവരെ ഒരു പരിഗണനയും കൊടുക്കാതെ ഒരു കൂട്ടിയിടുന്ന പോലെയുള്ള അവസ്ഥകളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 4 പേരാണ് ഈ മൂവ്മെന്റിന് മെയിൻ ആയിട്ടും ഒരു ചുക്കാൻ വഹിച്ചത്. വില്യം ട്യൂക്ക്, പൈനല്, ബെഞ്ചമിൻ റാഷ്, ഡൊറോത്തി ഡിക്സ്. ഇവരൊക്കെ മെന്റൽ ഹൈജീൻ മൂവ്മെന്റ്
പ്രൊമിനൻസ് ആണ്. ഇവരൊക്കെയാണ് അസൈലംസ്. മാനസിക രോഗികളെ കൊണ്ടിടുന്ന സ്ഥലത്തിന്റെ പേരാണ് എന്ത്? അസൈലംസ്. ഈ അസൈലംസ് റിഫോം ചെയ്യാൻ യൂറോപ്പിലും അമേരിക്കയിലും ഇതൊക്കെ മാറ്റിപ്പണിയാൻ അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ കാരണമായത് ഈ 4 പേരാണ്. യൂറോപ്പിൽ മിഡിൽ ഏജിൽ മെന്റലി റിട്ടാർഡ് ആയിട്ടുള്ളവരെയും മെന്റലി ഇല്ലായിട്ടുള്ളവരെയും ഇഡിയറ്റ്സ് എന്നും ലുനാറ്റിക്സ് എന്നൊക്കെയാ വിളിക്കുക. ആർക്കും അവരോട് ഒരു ഇൻട്രസ്റ്റോ ഒരു വളരെ കുറഞ്ഞ കെയർ മാത്രമായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. ഈ മാനസിക രോഗികൾ കുടുംബത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്, സ്റ്റേറ്റിനും കമ്മ്യൂണിറ്റിക്കും ഒരു ഉത്തരവാദിത്തമില്ല എന്നുള്ള രീതിയിലായിരുന്നു കണ്ടുകൊണ്ട് ഇരുന്നത്. 1600-700 കാലഘട്ടങ്ങളിൽ ഇൻസെയിൻ അസൈലൻസ്, അതായത് ഈ ആളുകളെ, ഈ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ കൊണ്ടിടാനുള്ള സ്ഥലമായിട്ട് ഇൻസെയിൻ അസൈലംസ് തുറക്കാൻ തുടങ്ങി. മാനസിക ആശുപത്രികളുടെ ആദ്യത്തെ പേരാ ഇൻസെയിൻ അസൈലംസ്. ഇവിടെ ഒരു ഹ്യൂമൻ വെയർഹൗസുമാരെ ഒരു കണ്ടീഷനും ഇല്ലാണ്ടുള്ള ഒരു രീതിയിലുള്ള എന്താ പറയാ പരിചരണവും ഇല്ലാത്ത മാനസിക ആശുപത്രികളായിരുന്നു. അവിടെ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽസ് പറയാൻ തുടങ്ങി, മാനസികപരമായിട്ടുള്ള പരിഗണനയിൽ നിൽക്കുകയാണെങ്കിൽ ഈ മെന്റൽ ഇൽനെസ് പോലും എന്താവാൻ ചാൻസ് ഉണ്ട്? മാറാൻ അല്ലെങ്കിൽ സുഖപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോ മോറൽ ട്രീറ്റ്മെന്റ്സ് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ്, അക്കാലത്തുള്ള മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എഫേർട്ട് എടുത്തു. അതിന്റെ ബാക്കി പത്രമായിട്ട് 1800-കളിൽ ഡൊറോത്തി ഡിക്സ് എന്താണ് പിന്നെ വീട്ടിലും മാനസിക ആശുപത്രിയിലൊക്കെ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് സ്പെഷ്യലി കെയർ, അതായത് അതുവരെ ഡോക്ടേഴ്സാണ്. അങ്ങനെയാണ് സൈക്യാട്രിക് പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ തന്നെ വരുന്നതും. 1800-ല് ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ തുടങ്ങുന്നതും ആ ഹോസ്പിറ്റലില് ഫസ്റ്റ് പ്രസിഡന്റ് ആയിട്ടും ആ ഹോസ്പിറ്റലിലെ സൂപ്പറിൻറ്റൻഡന്റ് ആയിട്ടും ആരെയാണ്? സാമുവൽ വുഡ്വർത്ത് ചാർജ് എടുക്കുന്നതും. ഈ ഒരു ഭാഗമായിട്ട് വന്ന ഒരു അസോസിയേഷനാണ്. ആദ്യം അതിന്റെ പേര് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻസെയിൻ എന്നായിരുന്നു. ഇന്ന് അത് അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ, വേൾഡിലെ ഏറ്റവും വലിയ സൈക്യാട്രിക് അസോസിയേഷൻ ആണ് കേട്ടോ. അപ്പൊ വുഡ്വേർത്ത് ആയിരുന്നു അതിന്റെ ആദ്യത്തെ പ്രസിഡന്റും അതുപോലെ സൂപ്പറിൻറ്റൻഡന്റും. വുഡ്വർത്ത് ക്ലെയിം ചെയ്തിട്ടുണ്ട് സാധാരണ രോഗം മാറുന്ന പോലെ മെന്റൽ രോഗം മാറ്റിയെടുക്കാം. മോറൽ ആൻഡ് ഫിസിക്കൽ ട്രീറ്റ്മെന്റ് ബ്ലെൻഡ് ചെയ്തിട്ടായിരുന്നു ഈ വോർക്കാസ്റ്റർ ഹോസ്പിറ്റലില് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വോർസെസ്റ്റർ ഹോസ്പിറ്റൽ കേട്ടോ കൊടുത്തിട്ട് ഉണ്ടായി. ഓക്കെ ആണോ? ഓക്കെ ആണോ പറഞ്ഞേ? ഓക്കെ ആണോ? ചരിത്രമാണ്, ചില ബോറിംഗ് ആണ്, പക്ഷെ നമുക്ക് കേൾക്കാതെ നിവൃത്തിയൊന്നുമില്ല. ഇനി അടുത്തതാണ് സൈക്കോളജിയിൽ ആദ്യമായിട്ട് തെറപ്പി വരുന്നത് നമ്മുടെ ഫ്രോയിഡ് ആട്ടോ. മാനസിക രോഗത്തിന് ഒരു ചികിത്സ ഉണ്ട് എന്ന് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ഫ്രോയിഡ് ആണ്. ഫ്രോയിഡ് വിശ്വസിച്ചുകൊണ്ടിരുന്നത് 5 സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഉണ്ട്. അതിലേതെങ്കിലും സ്റ്റേജസിൽ ഫിക്സേറ്റഡ് ആയി പോയാൽ അത് നമ്മുടെ അൺകോൺഷ്യസിൽ കിടക്കും. അത് പിന്നീട് നമ്മളെ എന്തിലേക്ക് എത്തിക്കും? മാനസിക പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. ഫ്രോയിഡ് എന്ന് പറയുന്നത് വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. ഫ്രോയിഡ് ചില രോഗികളെ നോക്കുമ്പോൾ അവർക്ക് ഫിസിക്കലി ഒരു പ്രോബ്ലം ഇല്ല, പക്ഷെ അവരുടെ കൈ കുഴഞ്ഞിട്ടുണ്ട്, പാരലൈസ്ഡ് ആയിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെ വിചാരിക്കും എന്തോ ഒരു അപാകത ഉണ്ടല്ലോ, കാരണം ഫിസിക്കലി അദ്ദേഹം ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, പക്ഷെ അവർ ഫേക്ക് ചെയ്യല്ല, അഭിനയിക്കൊന്നും അല്ല. അപ്പൊ ഇതെന്താ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫ്രോയിഡ് ചാർക്കോളിന്റെ അടുത്ത് പോവുകയാണ്. ചാർക്കോളിന്റെ അടുത്ത് പോയിട്ട് നമ്മുടെ എന്താ ഹിപ്നോട്ടിസം പഠിക്കാണ്. ഹിപ്നോട്ടിസം ഒരു ചെപ്പടി വിദ്യ കേട്ടോ. സജസ്റ്റബിൾ ആയിട്ടുള്ള ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റും. സജസ്റ്റബിൾ ആയിക്കൊണ്ടവർ മാത്രമേ, അതായത് ആരെങ്കിലും സജസ്റ്റ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുന്ന ഉറപ്പുള്ളവരെ കൊണ്ട് മാത്രമേ ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഹിപ്നോട്ടിസം പഠിച്ചു വന്നിട്ട് ഈ ഫിസിക്കലി ഒരു പ്രോബ്ലം ഇല്ലാത്ത പക്ഷെ കുഴഞ്ഞു കിടക്കുന്ന ആളുകളെയൊക്കെ ഹിപ്നോട്ടൈസ് ചെയ്ത് അവർ എണീറ്റ് നടന്നു, അല്ലെങ്കിൽ കൈ പൊക്കാൻ പറ്റാത്ത കൈപൊക്കി. അപ്പൊ അദ്ദേഹം ഉറപ്പിച്ചു ഇത് മാനസിക രോഗമാണ്, ശാരീരിക രോഗമല്ല. അങ്ങനെ ന്യൂറോളജി ഇട്ട് സൈക്കോളജിയിലേക്ക് വന്ന ആളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ശരിക്കും പറഞ്ഞാല് ഒരു മുഖമുദ്ര തന്നെ സൈക്കോളജിക്ക് ഉണ്ടാക്കി കൊടുത്ത ഫ്രോയിഡാണ്. കാരണം അല്ലെങ്കിൽ മാനസിക രോഗത്തിന് ആദ്യമായിട്ടൊരു എന്താ പറയുക മെഡിക്കൽ അല്ലാത്തൊരു ചികിത്സ, ഫസ്റ്റ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡ് ഫ്രോയിഡാണ്, സൈക്കോ അനാലിസിസ്. ഓക്കെ, psychoanalytic approach. Psychoanalysis was pioneered by Sigmund Freud. He learned the art of hypnosis from France. ഫ്രാൻസിൽ നിന്നാണ് ഹിപ്നോസിസ്. ചാർക്കോളിനെല്ലാം
He experimented with somewhat different procedure of hypnosis. He used hypnosis in an innovative way. അദ്ദേഹം ഒരു ഇന്നോവേറ്റീവ് ആണ്, ശരിക്കും അതൊരു ആർട്ടാണ്. അദ്ദേഹം ഒരു ഇന്നോവേറ്റീവ് വേയിൽ ഉപയോഗിച്ചു. He encouraged his patients to talk freely about their problems, conflicts and fears. He discovered that unconscious mind and its influence in psychopathology by using the technique of free association, dream analysis, Freudian slang. അതായത് നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്ന മെറ്റീരിയൽ ആണ് നമ്മളെ കൊണ്ട് നമുക്ക് മാനസിക രോഗം ഉണ്ടാക്കുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. ഒരു ചെറിയ കേസ് പറയാം. ഒരു കുട്ടി ഫ്രീക്വന്റ് ആയിട്ട് സ്വപ്നം കാണാം. എന്താ സ്വപ്നം കാണാം? അടുത്ത വീട്ടിൽ മരണം നടക്കുക. ഫ്രോയിഡിന്റെ അടുത്തേക്ക് വരികയാണ്, അടുത്ത വീട്ടിൽ ഇങ്ങനെ മരണം നടക്കുന്നുണ്ട്, ഞാൻ എപ്പോഴാണ് സ്വപ്നം കാണാമെന്ന്. അങ്ങനെ ഫ്രോയിഡ് ആ ഡ്രീം അനലൈസ് ചെയ്തപ്പോ മനസ്സിലായത്, അതാണ് ആ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ആ ഡ്രീം അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് കുറച്ചു കാലം മുന്നേ ആ അടുത്ത വീട്ടില് ഒരു മരണം നടന്നിരുന്നു. അവിടെ സുന്ദരനായിട്ടുള്ള ഒരു പയ്യൻ വന്നിരുന്നു. ഈ കുട്ടി അറിയാതെ ഈ കുട്ടിയുടെ അൺകോൺഷ്യസ്ലി അയാളോടുള്ള, അല്ലെങ്കിൽ ഈ കുട്ടി അറിഞ്ഞിട്ടായിരിക്കും പിന്നെ അൺകോൺഷ്യസിലേക്ക് ഇട്ടതുമാവാം, എന്തായിരുന്നാലും അൺകോൺഷ്യസ്ലി ആ പയ്യനോടൊരു ക്രഷ് കയറി. ഈ അൺകോൺഷ്യസ് ഈ ക്രഷാണ് അവിടെ കിടന്നിട്ട് എന്ത്, അടുത്ത വീട്ടിലെ മരണം സ്വപ്നം കാണുന്നത്. എന്തിനാണ്? അടുത്ത വീട്ടിലൊരു മരണം നടന്നാൽ വീണ്ടും ആ പയ്യൻ അവിടെ വരുമല്ലോ, അപ്പൊ കാണുന്നത്. ഇങ്ങനെയാണ് കേട്ടോ. അതുപോലൊരു കേസ് ഉണ്ടായിരുന്നു, എൻ്റെ ഒരു മാം പറഞ്ഞ കേസാണ്. ബാംഗ്ലൂരിലുള്ള ഒരു കപ്പിൾസ് ആണ്. അവർ വന്നു, അവർ പറഞ്ഞു ഭർത്താവിന് ഭാര്യയുമായിട്ട് സെക്ഷൽ കോണ്ടാക്ട് ഒട്ടും പറ്റുന്നില്ല, ഭയങ്കര പെയിൻ, അയാൾക്ക് പെയിൻ എടുത്തിട്ട് അയാൾ കരയാണ്, പലപ്പോഴും കരയാണ്, അങ്ങനെ സെക്സ് നടക്കാറേ ഇല്ല. ഒരു ബാങ്ക് വിളിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പൊ ഫ്രോയിഡിന്റെ കേസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബാംഗ്ലൂരിലുള്ള ഒരു കപ്പിൾസ് ആണ്. അവര് വന്നപ്പോ ഭർത്താവിന് ഭാര്യയായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോ ഭയങ്കര പെയിന്, കരച്ചില്, കരയുന്ന ഭാഗത്തുള്ള പെയിനില്ലേ, അങ്ങനെ അവരുടെ ക്ലിനിക്കിൽ വന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും ഇയാൾക്ക് മാറ്റം വരുന്നില്ല. അങ്ങനെ അവർ ഭയങ്കര ഫോർവേഡഡ് ആയിരുന്നു. അപ്പം ഇയാൾക്ക് ഭാര്യനോട് മാത്രമാണോ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലാബിൽ വെച്ചിട്ട് ഒരു കോൾ ഗേളുമായിട്ട് അയാളെ ബന്ധപ്പെടാൻ വേണ്ടി പറഞ്ഞു. കോൾ ഗേളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അയാൾക്ക് വേദന ഒന്നുമില്ല. അങ്ങനെ മനസ്സിലായി എന്തോ ഒരു അൺകോൺഷ്യസ് മെറ്റീരിയൽ കിടപ്പുണ്ട്. അങ്ങനെ ഡ്രീം അനാലിസിസും ഫ്രീ അസോസിയേഷനും ഒക്കെ ചെയ്ത സമയത്ത് ഇയാൾ കുഞ്ഞായിരിക്കും, 2 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഇയാളുടെ അച്ഛനും അമ്മയും ബന്ധപ്പെടുമായിരുന്നു. അപ്പൊ അച്ഛൻ ഉപദ്രവിച്ചുകൊണ്ടായിരുന്നു പോലും ബന്ധപ്പെടുക അമ്മയായിട്ട്. അപ്പൊ അമ്മ വേദന എടുത്ത് ഇങ്ങനെ കരയായിരുന്നു. ഈ കരച്ചിലാണ് കുഞ്ഞിന്റെ അൺകോൺഷ്യസിൽ കയറിയത്.
അയാൾ വളർന്ന് വലുതായി അയാളുടെ കല്യാണശേഷം അയാളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ അൺകോൺഷ്യസ് മെറ്റീരിയൽ കാരണം അയാൾക്ക് വേദന എടുക്കുക. അങ്ങനെയാണ്. ഇപ്പം സൈക്കോ അനാലിസിസിൽ എന്താണ് ചെയ്യുക, ഈ അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് റിസോൾവ് ചെയ്യുകയാണ്. അതായത് അയാളുടെ അൺകോൺഷ്യസ് ഇതുകൊണ്ടാണ് ഇയാൾക്ക് പ്രശ്നമെന്ന് ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇയാൾക്ക് അത് ട്രീറ്റ്മെന്റിലൂടെ സൈക്കോ അനാലിസിസിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതുവഴി റിസോൾവ് ചെയ്യുക. അപ്പം സൈക്കോ അനാലിസിസ് ശരിക്കും ഭയങ്കര പ്രൊമിനന്റ് ആണ്, നല്ല റിസൾട്ട് ഉണ്ടാവും, പിന്നീട് തിരിച്ചു വരുന്നില്ല. പക്ഷേ നല്ല ചെലവാണ്, നല്ല ടൈമും എടുക്കും. അതായത് 2 വർഷമെങ്കിലും എടുക്കും ഒരു കേസ് ഒന്ന് അനക്കം തട്ടാൻ. അതും ആഴ്ചയിൽ 2 പ്രാവശ്യം പോവുകയും വേണം. ഫ്രോയിഡ് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിനോടനീളം അറൌണ്ട് 20 കേസസ് മാത്രമാണ് കണ്ടിട്ട് ഉള്ളത്. അപ്പം ഈ മെത്തേഡ് ഫ്രീ അസോസിയേഷൻ നമ്മുടെ മൈൻഡിൽ വരുന്ന ബാക്കി എല്ലാ ട്രീറ്റ്മെന്റിലും, ഇപ്പൊ CBT ആയിക്കോട്ടെ, REBT ആയിക്കോട്ടെ, ഒക്കെ ഫേസ് ടു ഫേസ് ആയിട്ടാണ് ക്ലയന്റ് നമ്മളോട് സംസാരിക്കുക. സൈക്കോ അനാലിസിസിൽ മാത്രം ക്ലയന്റ് സൈക്കോളജിസ്റ്റ് ഇങ്ങനെ ഇരിക്കും, തൊട്ടിപ്പുറത്തൊരു കൗച്ച്, ആ കൗച്ചിലാണ് ആര് കിടക്കുക, നമ്മുടെ പേഷ്യന്റ് കിടക്കുക. എന്നിട്ട് അയാൾക്ക് മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും സെൻസർ ചെയ്യാതെ വിളിച്ച് പറയാണ്. അതിനെയാണ് ഫ്രീ അസോസിയേഷൻ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫ്രോയിഡിയൻ സ്ലിപ്പ്, അതായത് അൺകോൺഷ്യസ് കിടക്കുന്ന മെറ്റീരിയൽ നാവിൽ നിന്ന് ഉതിർന്നു വീഴും എന്നാണ് പറയുന്നത്. അതിനെയാണ് ഫ്രോയിഡിയൻ സ്ലിപ്സ് അല്ലെങ്കിൽ സ്ലിപ്പ് ഓഫ് ദി ടങ്. അപ്പോൾ ഈ ഡ്രീം അനാലിസിസ്, ഫ്രീ അസോസിയേഷന്, അതുപോലെ തന്നെ ഫ്രോയിഡിയൻ സ്ലിപ്പ് ഒക്കെ ഉപയോഗിച്ചാണ് അദ്ദേഹം ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് നടത്തിയിരുന്നത്. അപ്പം ഫ്രോയിഡ് എംഫസിസ് ഓൺ ഇന്റേണൽ മെന്റൽ പ്രോസസ്സസ് ആൻഡ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ്, ദ കോർ എലമെന്റ്സ് ഓഫ് ദിസ് അപ്രോച്ച് ആണ് ഇനി പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ, ഫ്രോയിഡിന്റെ ഏകദേശം രൂപം മനസ്സിലായോ? പറ്റുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ഫ്രോയിഡിന്റെ കേസ് സ്റ്റഡികളൊക്കെ ഒന്ന് നോക്കുകൊണ്ട് കേട്ടോ, നല്ലതാ. ഞാനൊരു കേസ് സ്റ്റഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, കുതിരനോട് ഫോബിയ വന്ന ഒരു കേസ് സ്റ്റഡി. ഓക്കെ, അപ്പൊ ഫ്രോയിഡ് ആദ്യമായിട്ട് സൈക്കോളജിയിൽ അല്ലെങ്കിൽ മാനസിക രോഗത്തിന് ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ചികിത്സാ രീതിയുടെ പേരാണ് സൈക്കോ അനാലിസിസ്, ഫ്രീ അസോസിയേഷൻ, ഡ്രീം അനാലിസിസ്, ഫ്രോയിഡിയൻ സ്ലിപ്പ് പോലെയുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തുകൊണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ അപ്രോച്ച് സൈക്കോ അനാലിസിസിന്റെ കോറായിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ആണ്. ഒന്ന്, മെന്റൽ സ്ട്രക്ചേഴ്സ്, ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, സ്റ്റേജസ് ഓഫ് സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്, അത് ഓറൽ, ആനൽ, ഫാലിക്, ലാറ്റൻസി ആൻഡ് ജെനിറ്റൽ. പിന്നെ ആൻസൈറ്റി ആൻഡ് ഡിഫൻസ് മെക്കാനിസം. ഇത്രയുമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഞാൻ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാനൊരു വീഡിയോ ഇട്ട് തരും അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേനും. ആ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി നോക്കാം. കാരണം കുറച്ചുകൂടി വിശദമായിട്ട് ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഞാൻ ലിങ്ക് ആയിട്ട് കൊടുക്കാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മുടെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, അതുപോലെ തന്നെ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, അതുപോലെ നമ്മുടെ സൈക്കോസെക്ഷൽ സ്റ്റേജസും ഡിഫൻസ് മെക്കാനിസം ഒക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എഗെയിൻ ഞാൻ ഇവിടെയും പറയും, പക്ഷെ കാണുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അത് നിങ്ങൾക്ക് കൺവേ തരാം. അതുപോലെ ഒരു വിശദമായിട്ട് എടുത്തിട്ടുള്ള കേസ് സ്റ്റഡിയും കൂടി നിങ്ങൾക്ക് ഇട്ടുതരാം. ഓക്കെ, ദ ഹ്യൂമൻ സൈക്കി കൺസിസ്റ്റ് ഓഫ് ദി ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. അതായത് ഒരാളുടെ സൈക്കി, അതായത് മൈൻഡിന് 3 സ്ട്രക്ചർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പം ഈ ഇഡ് എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളെ പോലെ നമുക്ക് അപ്പൊ തന്നെ സാധിക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യം ഉണ്ടാവില്ലേ, അതായത് പെട്ടെന്ന് സാധിക്കണം, അല്ലെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാശി പിടിച്ച് പറയുന്ന കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ഇഡ് എന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റിയാണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മൊറാലിറ്റിയാണ്. ഞാനൊരു ഉദാഹരണം വെച്ച് പറയാം. ഒരാള് പാർക്കിലിരുന്ന് പിസ തിന്നുന്നുണ്ട്. പിസ തിന്നുമ്പോൾ അയാൾക്ക് തട്ടിപ്പറിച്ച് തിന്നാൻ, തട്ടിപ്പറിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഇഡാണ് വർക്ക് ചെയ്യുന്നത്. വേണ്ട, അത് അയാളുടെ പിസയില്ല, അതിനാ നമ്മൾ തട്ടിപ്പറിക്കുന്നത്. നമ്മൾ ജോലി ചെയ്ത് കാശുണ്ടാക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ പറയാം വാങ്ങിച്ചു തരാൻ. അവിടെ റിയാലിറ്റിയാണ് വർക്ക് ചെയ്യുന്നത്, അത് ഈഗോയാണ്. നേരെ മറിച്ച് തട്ടിപ്പറിച്ച് തിന്നണം എന്നല്ല, പക്ഷെ ആളുകൾ കണ്ട എന്ത് വിചാരിക്കും, ആളുകൾ കാണുന്നതിനെ കൊണ്ട് വേണ്ട. ഇവിടെ മൊറാലിറ്റിയാണ്. അതായത് ഒന്നും നോക്കാതെ എടുത്തു ചാടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ മെന്റൽ സ്ട്രക്ചർ ആണ് ഇഡ്.
അല്ല, റിയാലിറ്റി ആണ് ഈഗോ. സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള, സമൂഹം എന്ത് വിചാരിക്കുമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ് സൂപ്പർ ഈഗോ. Human psyche consists of the id, ego, and superego. The thoughts, attitude, and behavior of three are in the state of conflict called intrapsychic conflict. ഇത് മൂന്നും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് വരുമ്പോഴും അതിനെ പറയുന്ന പേരാണ് ഇൻട്രാസൈക്കിക് കോൺഫ്ലിക്റ്റ്. അതായത് 8 ഉള്ളി കിടന്ന് പറയും തട്ടിപ്പറിക്കും, ഈഗോ പിടിച്ചു വെക്കാൻ പാടില്ല, കോൺഫ്ലിക്റ്റ് വരും. ഇതിനെയാണ് ഇൻട്രാസൈക്കിക് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻട്രാസൈക്കിക് കോൺഫ്ലിക്റ്റ് മറികടക്കാൻ ഈഗോ എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ശരിക്കും ഡിഫൻസ് മെക്കാനിസം എന്ന് പറയും. നോക്കാം നമുക്ക്. The id is unorganized reservoir of wishes or passions related to our sexual and aggressive drives. കാരണം നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഡ്രൈവിന്റെ ഒരു റിസർവോയർ ആണ്. അതായത് പ്ലഷർ പ്രിൻസിപ്പിൾ ആണ് ഈഗോ. അതായത് പ്ലഷർ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ് ഇഡ് എന്ന് പറയുന്നത്. ഒരു അൺഓർഗനൈസ്ഡ് റിസർവോയർ ആണ്. അതിൽ വിഷസും പാഷൻസും മാത്രമാണ് ഒക്കെ വൃത്തിയിട്ടത്. അത് സെക്ഷൽ ആയിട്ടുള്ളത് അഗ്രസീവ് ആയിട്ടുള്ള ഡ്രൈവ്സ് ആണ് ഇഡിൽ കിടപ്പുള്ളത് എന്നാണ് പറയുന്നത്. It strives for immediate gratification that bypasses demands of reality, order, logic and reason. കണ്ടോ, ഇട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യണം. അവിടെ ലോജിക്ക് നോക്കൂല, ഓർഡർ നോക്കൂല, അതുപോലെ റിയാലിറ്റി. തട്ടിപ്പറിച്ചാൽ കേസാവോ അല്ലെങ്കിൽ അടി കിട്ടും, ഒന്നും ആലോചിക്കും. It is like a child when it wants something, it wants it there and then without regards for consequences. കണ്ടോ, ഒരു വാശി പിടിച്ച വാശി സാധിക്കാനുള്ള കുട്ടീനെ പോലെയാണ്. കോൺസിക്വൻസസ് വരുംവരായൊന്നും ഇതില് ഇല്ല. സോ ഇറ്റ് ഓപ്പറേറ്റഡ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ. ഇറ്റ് ഏതിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്? പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. The energy within the id is labeled as libido. ഈ ഇഡിലുള്ള എനർജിയുടെ പേരാണ് എന്ത്? ലിബിഡോ. അപ്പൊ ഇഡ് എപ്പോഴെന്താ ഒരു വാശി പിടിച്ച് കഴിയുന്ന ഒരു ഒത്തിരി സെക്ഷൽ ആൻഡ് അഗ്രസീവ് ഡ്രൈവ്സ് ഉള്ള ഒരു മെന്റൽ സ്ട്രക്ചർ ആണ്. അതിലുള്ള എനർജിനെ വിളിക്കുന്ന പേരാണ് ലിബിഡോ. It has its own characteristic way of processing information. Cognitive style referred as primary process. ഇതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇഡ് ചിന്തിക്കുക. അതായത് പ്രൈമറി പ്രോസസ്. പ്രൈമറി പ്രോസസ് എന്ന് വെച്ചാൽ ചിന്തിക്കുക, ചെയ്യാം, വരായ കാര്യം കാണാൻ ഒന്നും നോക്കൂല. ഒരു വാശി പിടിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ. The thinking patterns of id are illogical ആണ്. ഇഡിന്റെ തിങ്കിങ് പാറ്റേൺ ഇല്ലോജിക്കൽ ആണ്, ഇറാഷണൽ ആണ്, ഇമോഷണൽ ഇമ്മച്ചുർ ആണ്, പ്യുവർലി സെൽഫിഷ് ആണ്. Selfish and dangerous drives of id do not go unchecked, and the ego ensure that we must find way to meet our basic need without offending everyone around us. കേട്ടോ, പ്യുവർലി സെൽഫിഷ് ആണ് ഇഡ്. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ അൺചെക്ക് ചെയ്യാതാണ് ഇഡ് ഡേഞ്ചറസ് ആയിട്ട് പ്രവർത്തിക്കുക. അവിടെയാണ് ഈഗോ. മറ്റുള്ളവർക്ക് കൂടി ബാധിക്കും എന്നുള്ള നോക്കി റിയാലിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് പ്രവർത്തിക്കുന്ന സ്ട്രക്ചർ ഓഫ് മൈൻഡ് ആണ് ഈഗോ. അപ്പൊ ഇഡ് എന്താന്ന് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാരും ഒന്ന് പറഞ്ഞു ഇഡ് എന്താന്ന് മനസ്സിലായോ എന്ന്. Ego operates according to the reality principle, and cognitive operations of the ego are characteristic by logic, reason, and refer as secondary process. Ego and the reality principle. It pleasure ആണെങ്കിൽ ഈഗോ റിയാലിറ്റിയാ. അവിടെ എങ്ങനെയാ കോഗ്നിഷൻ നടക്കുക? ലോജിക്ക് നോക്കും, റീസൺ നോക്കും, സെക്കൻഡറി പ്രോസസ് കാര്യകാരണങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈഗോ വർക്ക് ചെയ്യുക. Ego tries to resolve conflict between the demands of it within the permitted boundaries of superego. ഈ ഇഡിന്റെ ഡിമാൻഡ്സും സൂപ്പർ ഈഗോന്റെ ബൗണ്ടറിയും ആ രണ്ടും ഇഡും പ്രശ്നമാണ്, സൂപ്പർ ഈഗോ. ഇവർ രണ്ടുപേരെയും മാനേജ് ചെയ്ത് കൊണ്ടുവന്നത് ഈഗോ ആണ്. Ego has the role of mediate conflict between id and superego according to the reality of the world. കേട്ടോ, ഇഡിനെയും സൂപ്പർ ഈഗോനെയും വേൾഡിന്റെ റിയാലിറ്റി അനുസരിച്ച് മീഡിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഈഗോ ആണ്. If it mediates successfully, we seen as an individual who is well adjusted, while of the ego is unsuccessful, either id or superego becomes strong. കേട്ടോ, ഈ ഈഗോ ഇഡിനെയും സൂപ്പർ ഈഗോനെയൊക്കെ മാനേജ് ചെയ്യാൻ സക്സസ്ഫുൾ ആണെങ്കിൽ നമ്മൾ വെൽ അഡ്ജസ്റ്റഡ് ആയിരിക്കും. ഈഗോക്ക് അതിനെ കൊണ്ട് പറ്റാതെ ആവുമ്പോൾ ഒന്നെങ്കിൽ ഇഡ് സ്ട്രോങ് ആവും, അല്ലെങ്കിൽ സൂപ്പർ ഈഗോ സ്ട്രോങ് ആവും. അപ്പോഴായിരിക്കും നമ്മള് മെന്റലി ഡിസ്റ്റോർട്ടഡ് ആവുന്നത്. If the super ego is strong, we see a pure, rigid, non-flexible individual.
ഇനി സൂപ്പർ ഈഗോ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ റിജിഡ് ആയിട്ടുള്ള നോൺ ഫ്ലെക്സിബിൾ, ഒരു അയവുമില്ലാത്ത ഒരാളായിട്ട്. സൂപ്പർ ഈഗോ ഇസ് സ്റ്റോർ ഹൗസ് ഓഫ് മോറൽ ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് തോട്ട് ബൈ പാരന്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് കൾച്ചേഴ്സ്. കണ്ടോ, ഒരു മൊറാലിറ്റിയാണ്. മനുഷ്യന്മാര് പഠിപ്പിച്ചു വിടുന്ന കാര്യങ്ങളാണ് ഇവിടെ തെറ്റാണ് ചെയ്യാന്നറിയില്ലേ, മോറൽ പ്രിൻസിപ്പിൾ ആണ്. ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദ കോൺസിക്വൻസ് ഓഫ് ദി സൈക്കി. അല്ലെ, ഈ അടുത്തൊരു കുഞ്ഞിനെ 14 വയസ്സുള്ള കുഞ്ഞ് അന്യമതസ്ഥനെ പ്രണയിച്ചു എന്ന് പറഞ്ഞിട്ട് വിഷം കൊടുത്ത അച്ഛൻ കൊന്നില്ലേ? സൂപ്പർ ഈഗോ വർക്ക് ചെയ്താ മൊറാലിറ്റി. സമൂഹം എന്ത് വിചാരിക്കുക എന്റെ മോൾ അന്യമതക്കാരന്റെ കൂടെ പോയാൽ? അവിടെ പാരന്റ്സും ടീച്ചേഴ്സും കൾച്ചറൊക്കെ പഠിക്കുന്ന, മൊറാലിറ്റി മുറുകെ പിടിക്കുന്ന, റിജിഡ് ആയിട്ടുള്ള നോൺ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും സൂപ്പർ ഈഗോ വർക്ക് ചെയ്യുന്നവർ. ഇറ്റ് ഓപ്പറേറ്റ്സ് അക്കോർഡിംഗ് ടു ദ മോറൽ പ്രിൻസിപ്പിൾ. ഫുൾ മോറൽ പ്രിൻസിപ്പിൾ അതിലുണ്ടാവാം. When we do something wrong and ethical and moral standards are violated, the super ego generates guilt. നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള ചെയ്തു, എന്തോ മൊറാലിറ്റി ഇല്ലാന്ന് സൂപ്പർ ഈഗോ ഗിൽട്ട് ഉണ്ടാക്കി നമ്മളെ തകർത്ത് കളയും. അങ്ങനെ ഒരു എന്താണ് ഏരിയയാണ് സൂപ്പർ ഈഗോ. അപ്പൊ ഒരു മനുഷ്യന് 3 സ്ട്രക്ചർ ആണ്: ഇഡ്, പ്ലഷർ പ്രിൻസിപ്പിൾ, ഈഗോ, റിയാലിറ്റി പ്രിൻസിപ്പിൾ, സൂപ്പർ ഈഗോ, മൊറാലിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ ആണോ മാം? ആ ഒരു എക്സാമ്പിൾ പറയില്ല, അതിൽ ഞാൻ സൂപ്പർ ഈഗോയുടെ ഭാഗം കേട്ടില്ല. അതൊന്ന് ജസ്റ്റ് എന്താ പറയാ? എന്താ പറയാ, പാർക്കിൽ ഇരുന്ന് കഴിക്കുമ്പോ നമുക്ക് തട്ടിപ്പറിച്ച് കഴിക്കണം എന്നുണ്ട്, പക്ഷെ ആളുകൾ എന്ത് വിചാരിക്കുന്ന വെച്ചിട്ട് നമ്മൾ തട്ടിപ്പറിക്കുന്നില്ല. ആളുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ അതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊറാലിറ്റി കൂടിയവർക്ക് മൊറാലിറ്റിന്ന് ഇത്തിരി അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ, ഇപ്പം സൂപ്പർ ഈഗോ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മോറലി, അതായത് സമൂഹം അനുവദിക്കാത്ത എന്തെങ്കിലും അറിയാതെ ചെയ്തു പോയ പോലും അവർക്ക് തുടങ്ങും ബേജാറും ഗിൽട്ടൊക്കെ. അവര് മൂന്നാണ്. പിന്നെ അതായത് ഈഗോ അടിപൊളിയാണെങ്കിൽ നമ്മൾ അങ്ങനെ പോകും, അല്ല ഗിൽട്ടോ സൂപ്പർ ഈഗോ കയറി നേരം. അതാണ് സംഭവിക്കുക. ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. ഇനിയാണ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്. നമുക്ക് 3 ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് ആണുള്ളത്. ഏതൊക്കെയാണ് ആ 3 ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്? നമുക്ക് ഇപ്പൊ നമുക്ക് ഓർമ്മയുള്ള എല്ലാം കോൺഷ്യസിലാണ് കിടക്കുന്നത്, ബോധ മനസ്സ്. ഇനി സബ് കോൺഷ്യസ് ഉണ്ട്, അതായത് ഇപ്പൊ ഓർമ്മയില്ല, ഓർത്തെടുത്ത ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഇനിയാണ് അൺകോൺഷ്യസ്. നമ്മുടെ തന്നെ ഓർമ്മകളാണ്, പക്ഷെ നമുക്ക് ഓർത്തെടുക്കാനൊന്നും പറ്റത്തില്ല. അതായത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഓർമ്മകൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് കൊണ്ട് കുഴിച്ചിടുന്ന സ്ഥലമാണ് അൺകോൺഷ്യസ്. കുഴിച്ചിട്ട് വെച്ച പ്രശ്നം തീരുന്നില്ല, അത് അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ നമുക്കൊട്ട് അറിയില്ല എന്ത് കാരണം. ആ അമ്മ കരഞ്ഞ കരച്ചില് ആ കുഞ്ഞ് അൺകോൺഷ്യസ് കൊണ്ടേക്കാണ് കുഴിച്ചിട്ട്. പിൽക്കാലത്ത് കുഞ്ഞ് കല്യാണം കഴിച്ച് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അത് ഓർമ്മ വരുന്നത്. ആലോചിക്കുക, പക്ഷെ എന്താണെന്ന് അറിയില്ല. അതാണ് നമുക്ക് പോലും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത നമ്മുടെ ഓർമ്മകളെ നമ്മുടെ മനസ്സുകൊണ്ട് കുഴിച്ചിട്ടാൽ തീർന്നാണെങ്കിൽ തീർന്നു വിചാരിക്കാം, അവിടെ കിടന്ന് മൂപ്പര് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും. ഫ്രോയിഡ് ഡിസ്ക്രൈബ് 3 ഡിഫറെന്റ് ലേയേഴ്സ് ഓഫ് കോൺഷ്യസ്നെസ്: കോൺഷ്യസ്, പ്രീകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ്, ആൻഡ് അൺകോൺഷ്യസ്. According to Freud, that part of the mind about which we are aware is conscious. നമുക്ക് അവെയർ ആയിട്ടുള്ള, അത് ഓർമ്മയുള്ള എല്ലാം കിടക്കുന്ന പാർട്ട് ഓഫ് മൈൻഡ് ആണ് ഏത്? കോൺഷ്യസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്ലേസ് വെയർ ഈഗോ റിസൈഡ്. കോൺഷ്യസിലാണ് ഈഗോ ഉണ്ടാക്കുക, ബട്ട് ഇറ്റ് ഇസ് സ്മോളർ പാർട്ട് ഓഫ് മെന്റൽ ലൈഫ്. കോൺഷ്യസ് ആണ് ഏറ്റവും കുറവ്. നമ്മൾ ഐസ്ബർഗ് വെച്ചിട്ടാട്ടോ പറയുന്നത്. അത് മറ്റേ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണണേ. ആസ് എ സൈക്കോളജി സ്റ്റുഡന്റ് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു 3 വീഡിയോസ് ആണ്. ഫ്രോയിഡിന്റെ ജീവചരിത്രവും കാര്യങ്ങളും ഒക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. എസ്പെഷ്യലി ക്ലിനിക്കൽ സൈക്കോളജി സ്റ്റുഡൻസ്, കാരണം നിങ്ങൾക്ക് സൈക്കോ അനാലിസിസ് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ആ 3 വീഡിയോ കാണാതെ എവിടെയും നിങ്ങൾക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അപ്പോ ഈ ഒരു വീഡിയോയുടെ യൂട്യൂബിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ലിങ്ക് പിൻ ചെയ്തതാണ്. അത് കൂടാതെ നിങ്ങളുടെ ഫ്രീ ഗ്രൂപ്പിലും ഞാനിത് അയക്കും. അപ്പൊ ഇറ്റ് ഇസ് പ്ലേസ് വെയർ ദ ഈഗോ റിസൈഡ്, ബട്ട് സ്മോൾ ആണ് ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. The precautions comprise of thoughts or activities that are easily made conscious by an effort to remember. ഒന്ന് എഫേർട്ട് എടുത്താൽ ഓർമ്മിച്ചെടുക്കാവുന്ന നമ്മുടെ പാർട്ടാണ് പ്രീകോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ്. The largest segment is the unconscious, which comprise the it is not easily reachable. അതായത് ഇടിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഈ അൺകോൺഷ്യസ് എന്ന് പറയുന്നത്. നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. ആകെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നത് ഡ്രീം അനാലിസിസിലൂടെയും സ്ലിപ്പ് ഓഫ് ദി ടങ്ങിലൂടെയും ഫ്രീ അസോസിയേഷനിലൂടെയും. ഈസിലി നമുക്ക് ഒരിക്കലും
എന്താണ് അൺകോൺഷ്യസിൽ കിടക്കുന്നതെന്ന് കണ്ടെത്താൻ പറ്റില്ല. Yet it gives rise to an important needs and influence of a behavior. നമ്മുടെ ഇമ്പോർട്ടന്റ് നീഡ്സും ബിഹേവിയറും ഒക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ ബിഹേവിയറും അൺകോൺഷ്യസിന്റെ കാരണം കൊണ്ടാണെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. The super ego resides at all 3 level of consciousness. കണ്ടോ, ഈഗോ കോൺഷ്യസില്, സൂപ്പർ ഈഗോ 3-ലുണ്ട്, ഇഡ് അൺകോൺഷ്യസിലാണ് ഇരിക്കുന്നത്. Along with the mental structure, level of consciousness describe the Freudian topographical structure of personality. ഈ ടോപ്പോഗ്രാഫിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ ഐസ്ബർഗ് വെച്ചിട്ട് പറയുന്ന കേട്ടോ, മറ്റു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ മെന്റൽ സ്ട്രക്ചറും അതുപോലെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സും ആണ് ഒരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും അയാൾക്ക് നിനക്കാൻ മാനസിക പ്രശ്നങ്ങൾ വരുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവെയർ ആയിട്ടുള്ള എല്ലാം എന്താണ്? കോൺഷ്യസ്നെസ്. ഇപ്പൊ അവെയർ അല്ല, എന്നാലും എഫേർട്ട് എടുത്താൽ അവെയർ ആവുന്നുള്ളതൊക്കെ എന്താണ്? സബ് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ പ്രീകോൺഷ്യസ്നെസ്. നമ്മളുടെ നോർമലാണ്, പക്ഷെ നമുക്ക് ഒട്ടും അവെയർ ഇല്ലാത്തത് അൺകോൺഷ്യസ്. ഇഡ് അൺകോൺഷ്യസില്, കോൺഷ്യസില് ഈഗോ, സൂപ്പർ ഈഗോ 3-ലും ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. അപ്പൊ ഇന്ന് ഇത്രയും മതി. ഈ അപ്രോച്ചസ് ഒക്കെ ഞാൻ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആ 15 ക്ലാസ് നിങ്ങൾക്ക് വിട്ടുതന്നതിലുണ്ട് കേട്ടോ. എന്തായാലും ഇനി നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് ശനിയാഴ്ചയാണ്. അപ്പൊ ശനിയാഴ്ചക്ക് മുന്നോടിയായി ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ നോക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായോ? ഒന്ന് പറഞ്ഞേ, മനസ്സിലായോന്ന്? അപ്പൊ ഇങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മുടെ കുറെ കേസസും കുറെ എക്സാമ്പിൾസ്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും ഓർമ്മ അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഓർത്തെടുത്താൽ തന്നെ പരീക്ഷ ഈസി ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോ hope the class was productive and informative. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ അബ്ദുൽ നഫീസ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ. നാളെ കൗൺസിലിംഗ് ആണ്, ശനിയാഴ്ചയാണ് ക്ലിനിക്കൽ.